ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതനോടും അനന്തനോടും ബാലൻ ശരിക്കും വഴക്ക് പറയുന്നുണ്ട്. കാരണം എൻ്റെ മകളുടെ വിവാഹം തടസ്സപ്പെടുത്താനായിട്ട് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അന്ന് കിട്ടിയതുപോലെ ആയിരിക്കില്ല. അറിയാലോ എൻ്റെ സ്വഭാവം. കൃഷ്ണമംഗലത്തെ ഗേറ്റ് ചവിട്ടി പൊളിച്ചിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോടാ എന്ന് നമ്മുടെ അച്യുതൻ ചോദിക്കുമ്പോൾ തന്നെ അനന്തം പറഞ്ഞിട്ടുണ്ട്, വേണ്ട, മിണ്ടാതിരിക്കുക അച്യുത, ബാലൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോട്ടെ. എനിക്കിത്രയൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. അറിയാലോ, നല്ലൊരു മംഗളകർമ്മമാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് വഴി തടഞ്ഞു നിർത്തി എനിക്കിത്രയും സംസാരിക്കേണ്ടി വന്നത്. ശരി, എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞ് ബാലനെ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ അച്യുതന് നല്ല ദേഷ്യം വരാം കേട്ടോ. അപ്പോൾ അനന്തനോട് ചോദിക്കണേ, എന്തിനാ അനന്തേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിന്നത്? എന്തെങ്കിലും തിരിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എടാ, ബാലൻ നമ്മളോട് മര്യാദയ്ക്കല്ലേ സംസാരിച്ചത്? അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? നീയല്ലേ ബാലനോട് വഴക്കുണ്ടാക്കാൻ പോയത്? ഓ, അത് ശരി. അപ്പോൾ ഏട്ടനിപ്പോൾ അവൻ്റെ സൈഡല്ലേ? സൈഡോ അതോ ഇതൊന്നുമല്ല. പിന്നെ അനുസരിയുടെ കല്യാണം അത് നല്ലപോലെ നടക്കണം. നമ്മളായിട്ട് ഒരു തടസ്സവും വരുത്തരുത്. ആ, അത് ശരി. അപ്പോൾ അച്ഛന് നല്ല ദേഷ്യം വരും കേട്ടോ. അവരങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. അന്ന് രാത്രി ടെറസിൻ്റെ മുകളിൽ നമ്മുടെ ആനന്ദും ധർമ്മനും ആര്യനും ആകാശമൊക്കെ പതുപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണല്ലോ ഇവരുടെ സംഗമം. രാത്രിയാകുമ്പോൾ തമാശകളും കളികളും ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിത്രയും അതുപോലെ മീനാക്ഷിയൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് മിത്രയും മീനാക്ഷിയൊക്കെ നിന്ന് സംസാരിക്കുന്ന കൂട്ടി തന്നെ ബാലൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ന് ശ്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞതും ഇവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതും അച്ഛൻ ആകെ ഒരു അത്ഭുതമാണല്ലോ ഇന്നെല്ലാവരുടെ മുന്നിൽ നടത്തിയത്. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് നല്ല സന്തോഷവും അത്ഭുതമൊക്കെ ആണ് കേട്ടോ. അതിനെക്കുറിച്ച് ബാലനെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറയാണ്. അപ്പം തന്നെ ആനന്ദ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. മീനാക്ഷി, നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ കുട്ടിക്കാലം ഒരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങണമെന്ന്. പക്ഷെ അത് സാധിച്ചു കേട്ടോ. അതെങ്ങനെ സാധിച്ചു? പക്ഷെ അത് സാധിക്കണമെങ്കിൽ ആർക്കും ബോധമില്ലാതിരിക്കണം. അപ്പോഴാണ് ഇതൊക്കെ സാധിച്ചെടുത്തത്. അതെയോ? അതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. ചുമ്മാ നമ്പർ അടിക്കല്ലേ. അപ്പോൾ തന്നെ ആര്യം പറഞ്ഞോണ്ട്, മിത്രേ, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ ഈ കാര്യം? അപ്പം നീ വിശ്വസിച്ചില്ലല്ലോ. എങ്ങനെ വിശ്വസിക്കാനാ? പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ബാലച്ചൻ്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാം. എടി, അങ്ങനൊരു സംഭവം ഉണ്ടായി, സത്യം. അപ്പോൾ മീനാക്ഷി പറയണേ, എന്നാ ഒരു കാര്യം ചെയ്യും, തെളിവ് കാണിക്ക്, തെളിവ് എടുക്ക്. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാമെന്ന് പറയാം. അപ്പോൾ തന്നെ ആനന്ദിനൊരു ഫോൺ കോൾ വരുവാണ് കേട്ടോ. ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഫോണും കൊണ്ട്. അപ്പോൾ പിന്നെ ഉടനെ തെളിവ് കാണിക്കാം, ഫോണിൽ റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എടുക്കുമ്പോഴത്തന്നെ നമ്മുടെ ധർമ്മം പറയാ, എൻ്റെ ഭഗവാനെ, നിങ്ങളാരും അത് കാണിച്ചേക്കില്ലേ? എൻ്റെ ജീവിതം കൊച്ചാട്ടെ ആയി പോവേ. എന്നെ ഇവിടുന്ന് ചേച്ചി എന്നെ അടിച്ചിറക്കും. പാത്രത്തിന് എന്നെ തല മണ്ടക്കിട്ട് അടിച്ചിട്ട് ഇവിടുന്ന് ഇറക്കും. അതെന്താ മാമ അങ്ങനെ പറഞ്ഞത്? അയ്യോ, ഒന്നും പറയണ്ടായേ. എടി, അതൊന്നുമല്ല കാര്യം. അന്ന് നമ്മൾ കന്യാകുമാരിക്ക് പോയില്ലേ? ആ സമയത്ത് പിന്നെ അത് ഞാൻ എങ്ങനെ പറയാം? അയ്യോ, എൻ്റെ മീനാക്ഷി ചേച്ചി, അതൊന്നുമല്ല കാര്യം, ഞാൻ പറയാം എന്ന് ആര്യം പറഞ്ഞിട്ട് പറയാണ്, നമ്മുടെ അച്ഛനെ ഈ പറയുന്ന ഈ മാമൻ എന്ന് പറഞ്ഞ് നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്നില്ലേ, ഇയാളെ വേറൊരു കല്യാണ ആലോചന കൊണ്ടുവന്നു. അച്ഛനോ? അതെ, ഇതൊക്കെ നമ്മൾ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങാനും അമ്മയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ മാമൻ എവിടുന്ന് അപ്പം തന്നെ അമ്മ അടിച്ച് പുറത്താക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് നീ ആ തെളിവൊന്നും ഇവരെയൊന്നും കാണിച്ചേക്കതേ. ആരടുത്തും പറയില്ലെന്നേ, അത് നിങ്ങൾ കാണിക്ക്. അയ്യോ, വേണ്ടായേ, ആരോടും കാണിക്കാൻ വേണ്ട, പറയുകയും വേണ്ട. എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാനുള്ള പണിയൊന്നും ഒപ്പിച്ച് വെക്കല്ലേ എന്ന് ധർമ്മൻ പറയണ്ട. അപ്പോഴാണ് നമ്മുടെ അനുമോൾ അങ്ങോട്ട് വരുന്നത്. എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും അനുമോളെ കാണുന്നതും പെട്ടെന്ന് തന്നെ ആകാശിൻ്റെ ആര്യൻ്റെയൊക്കെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുകയാണ്, എന്താ ഏട്ടന്മാർക്ക് എന്നോടുള്ള പിണക്കമൊന്നും മാറിയില്ലേ? ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ അലോകമായിട്ടുള്ള ബന്ധം അത് വർഷങ്ങളായിട്ട് ഈ രണ്ട് കുടുംബങ്ങളുമായിട്ട് ഇവിടെ കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടു വളർന്നവളല്ലേ. ഇങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ കൂടെയെങ്കിലും ആ ഒരു പ്രശ്നം ഒതുങ്ങുമല്ലോ, കുടുംബങ്ങൾ ഒരുമിക്കുമല്ലോ എന്ന് ഞാൻ കരുതി എന്നെ അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പോരാഞ്ഞിട്ട് അങ്ങനെ ആവുമെന്ന് വേറൊരാളൂടെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ തയ്യാറായത് ആ ഒരു കാര്യത്തിന്. അല്ലാതെ ആരെയും ഏട്ടന്മാരെ ഒന്നും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കരയാണ് കേട്ടോ നമ്മുടെ അനുമോള്. അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട്, മോളെ, നീ സങ്കടപ്പെടാതിരിക്കുക. ദേ ആര്യ, ആകാശ്, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ കുഞ്ഞനിയത്തിയ, അവളുടെ കല്യാണമാണ് വരുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് കെട്ടിച്ചു വിടും. പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അയ്യോ എൻ്റെ അനിയത്തി എനിക്ക് മിസ് ചെയ്യുന്നു, ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം, അല്ലാതെ നഷ്ടപ്പെട്ട് പോയിട്ടല്ല സ്നേഹിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ആര്യന് നല്ല വിഷമമുണ്ട്. ആര്യൻ അവിടെ നിന്ന് എണീറ്റ് നേരെ അനുമോളുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം, മോളെ, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല കേട്ടോ. നീ
ഒരു തെറ്റും ചെയ്യില്ല. നീ ഞങ്ങളുടെ കുഞ്ഞനിയത്തിയല്ലേ, സാരമില്ല പോട്ടെ കേട്ടോ. ഞങ്ങളെ കുഞ്ഞനിയത്തിയെ ഇത്രത്തോളം നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ ഒരു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഏട്ടന് സഹിക്കാനായില്ല. ഞാനന്ന് നിന്നെ ഒത്തിരി തല്ലിയില്ലേ, നിനക്ക് വേദനിച്ചോടി. അപ്പോൾ അനുമോളില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ വേദനിച്ചില്ല, നല്ല സുഖമായിരുന്നു എന്ന് മീനാക്ഷി ആര്യനെ കളിയാക്കി അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ തന്നെ ആകാശം അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് നമ്മുടെ അനുമോളിനെ നടുക്ക് നിർത്തി രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ആ ഒരു പിണക്കമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മനാകെ ടെൻഷനായി. കാരണം ഇനിയിപ്പോൾ അനുമോളുടെ കല്യാണമാണ് വരുന്നത്, എന്തെങ്കിലും അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ, കയ്യിൽ 5 പൈസ ഇല്ല എന്ന് സുകന്യയോട് മടിച്ച് പോയി ചോദിക്കാൻ കേട്ടോ. സുകന്യെ, നമുക്ക് വിവാഹത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ, പിന്നെ നിങ്ങൾ അവളുടെ മാമനല്ലേ, എന്തെങ്കിലും നല്ല രീതിയിൽ കൊടുക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? അത് എൻ്റെ കയ്യിൽ തൽക്കാലം ഇപ്പം കാശായിട്ടൊന്നുമില്ല, നീ എന്നെ സഹായിക്കാമോ? എങ്ങനെ സഹായിക്കണമെന്ന്? നിൻ്റെ കയ്യിൽ കുറച്ച് ഉരുപ്പടി ഉള്ളത് ചേച്ചിയുടെ കയ്യിൽ വച്ചേക്കല്ലേ, ആ ചേച്ചിയുടെ എന്നത് വാങ്ങിച്ചതിൽ കുറച്ച് സ്വർണ്ണം എനിക്കിതാ, ഞാൻ പണയം വെച്ച് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കൃത്യമായിട്ട് ഞാൻ പലിശയും കാര്യങ്ങളും അടച്ച് എത്രയും വേഗം ഞാനിങ്ങ് എടുത്തു തരാം എന്ന് പറയുമ്പോൾ സുകന്യ പറയാം, അതിനെന്താ, ഞാൻ എടുത്തൊക്കെ തരാം, ഒരു കുഴപ്പമില്ല. സത്യമാണോ? ഓഹ്, ഞാൻ കരുതി നീ അതിന് മടി കാണിക്കുന്നു, നീ എത്രയും വേഗം എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞല്ലോ, നല്ല കാര്യം. പക്ഷേ ധർമ്മേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ധർമ്മേട്ടൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, എന്നോട് ചോദിക്കേണ്ടി വന്നില്ലേ, എന്തുകൊണ്ടാണ്? അല്ല അത് പറ. ഞാൻ ഗോമതി സ്റ്റോറിലല്ലേ നിൽക്കുന്നത്, എനിക്ക് ഇത്രയ്ക്കുള്ള വരുമാനമല്ലേ ഉള്ളൂ. ഗോമതി സ്റ്റോർ നടത്തുന്ന ബാലേട്ടൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അനുമോളുടെ കല്യാണം ആഡംബരമായി നടത്തുന്നല്ലോ, എന്താ കാര്യം? അങ്ങേര് മുതലാളിയും നിങ്ങൾ തൊഴിലാളിയും, അതായത് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പം നിങ്ങൾ മനസ്സിലായോ ഞാൻ ഓരോന്നും പറയുമ്പോൾ? എടി, ഞാൻ നിന്നോട് വേറൊന്നും ചോദിച്ചില്ല. പിന്നെ അങ്ങനെ തൊഴിലാളി മുതലാളി ഒന്നൊന്നും അവിടെ ഇല്ല. നിങ്ങളുടെ ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങേരുടെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അങ്ങേര് ഉണ്ടാക്കി വെച്ചിട്ടും നിങ്ങൾക്കൊന്നും ഇല്ലാത്തത് കയ്യിൽ? അങ്ങേരുടെ മക്കൾക്ക് വേണ്ടി അങ്ങേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്കും അതുപോലൊരു പങ്ക് ബാലേട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടാവും. ആണോ? ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം ചെയ്യും, ബാലേട്ടൻ എന്തായാലും നിങ്ങളുടെ പേരിൽ മാറ്റി വെച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് പോയി കുറച്ച് കാശോ പണമോ സ്വർണ്ണമോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുക. എന്നിട്ട് അത് കൊണ്ടുവച്ചിട്ട് അനുമോൾക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ നിങ്ങൾക്ക് കിട്ടില്ല, സ്വർണ്ണവും ഞാൻ തരില്ല. പിന്നെ അങ്ങനെ ധർമ്മേട്ടൻ വിചാരിക്കുകയും വേണ്ട. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്തോ, ഞാനൊരു സാധനം തരത്തില്ല എന്ന് പറഞ്ഞ് സുകന്യ അവിടെ കിടക്കുക കേട്ടോ. പക്ഷേ ധർമ്മന് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ആ ഒരു കാര്യം. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ റൂമിൽ അവളെ ദേവി അലക്കിയ തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആനന്ദ് ചെന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഓ നീ ഇവിടെ എന്തെടുക്കുകയാണ്? അത് ശരി, പിന്നെ നീ ഒരു ഭാഗ്യവതിയാണ് കേട്ടോടി. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അല്ലെന്നേ, ഞാനേ കന്യാകുമാരി ടൂർ കഴിഞ്ഞ് വന്നോടനെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ലല്ലോ. അപ്പോൾ അതേ അടുത്തിവിടെ ഒരു കല്യാണം വരുമല്ലേ, കല്യാണത്തിന് എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്കുന്നത്. പിന്നെ നീ ഒരു കാര്യം ആലോചിച്ചോ, അനുമോളുടെ കല്യാണം കഴിഞ്ഞ ആ നിമിഷം നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ആനന്ദേട്ടാ, എന്താടി ഞെട്ടുന്നത്? ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ കൊച്ചിനെ കൊന്നതും പോരാ, എൻ്റെ കൂടെ ഇവിടെ ജീവിക്കാൻ നീ വിചാരിച്ചോ? ദേ ആനന്ദേട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന് മാത്രം പറയരുത്. പിന്നല്ല ഞാൻ എന്ത് പറയാനടി? അവൾ വലിയ നല്ല വെള്ളച്ചമയോ, നീ ശബ്ദം ഉയർത്തി എന്നോട് സംസാരിക്കുന്നോ? മിണ്ടാതിരിക്കടി, നിനക്ക് ശബ്ദം ഉയർത്താനുള്ള ഒരു അവകാശമില്ല. ഫ്രോഡുകൾ. പിന്നെ കല്യാണത്തിനും ഇതിനൊക്കെ വരുന്ന ആളുകൾ ചോദിക്കും, ഇവിടുത്തെ എല്ലാവരും എന്തിയെ അത് ഇതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ വയ്യ. നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന ഒരു വീടാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അടങ്ങി നിൽക്കുന്നത്. നീ ഒരു കാര്യം തീരുമാനിച്ചോ, കല്യാണം വരെ നീ ഇങ്ങനെ നിന്നോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളണം. ആ നിമിഷം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും, അപ്പോഴിറങ്ങിക്കോണം. അപ്പോഴും കാണാൻ ഇവിടെ പറയാൻ നിന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ ആണെന്നിറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. ദേവി ആകെ തളർന്ന് നെഞ്ചി പിടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി, സഹിക്കാൻ വയ്യാണ്ട് ഇരുന്ന് കരയുക. അപ്പോൾ നമ്മുടെ അലോകാണെങ്കിലും ആരോടൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അച്യുതൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ നീ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്? അനുമോളുടെ വിവാഹം ക്ഷണിക്കുകയാണോ? നമ്മളവിടെ കസിൻസ് അല്ലേ, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വേണം അവളുടെ കല്യാണം വിളിക്കാൻ. അത് എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? പിന്നല്ലാതെ നീ ഇവിടെ വലിയ വീമ്പൊക്കെ അടിച്ച് നടക്കുന്നത് കണ്ടല്ലോ. പിന്നെ ഞാൻ അവളെ കെട്ടുമെന്നും ഇതാണെന്നും എന്നിട്ട് അവളെ കെട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നീ ഇവിടെ നടത്തി വെച്ചത്? നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് ആകെ പ്രശ്നങ്ങളും ഉണ്ടാക്കി. എന്നിട്ടിപ്പോൾ അല്ല അച്ഛാ, അത് ഞാൻ എന്ത് തന്നെ വന്നാലും ശരി തന്നെ അവളുടെ കല്യാണം ഞാൻ മുടക്കും, കാത്തിരിക്കാം. പിന്നെ ആ ബാലനെ ഇന്ന് കണ്ടിരുന്നു, അവൻ നമ്മളെ വഴി തടഞ്ഞെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾക്കൊരു ആലോചന വന്നൊന്നും നമ്മൾ തടസ്സപ്പെടുത്തരുതെന്നും മനസ്സിലായല്ലോ. പിന്നെ നിൻ്റെ വല്യച്ഛനാണെങ്കിൽ അതങ്ങ് സമ്മതിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനതങ്ങ് സമ്മതിക്കാൻ പോകുന്നില്ല. നിൻ്റെ ഉദ്ദേശം എന്താ? കൂടുതൽ അനുമോൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കൃഷ്ണമംഗലം പോവും, അറിയാമല്ലോ. അതോടുകൂടി ഇവിടുത്തെ സ്വത്തും കാര്യങ്ങളും എല്ലാം ഗോമതി അടിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മളൊന്നുമില്ലാതെ വഴിയാതെ മാവേണ്ടി വരും. അച്ഛാ, കൃഷ്ണമംഗലം പോയാലും ഇവളുടെ കല്യാണം നടത്തില്ല.
അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. അങ്ങനെ നിനക്കത് ഉറപ്പാണെങ്കിൽ ഈ കൃഷ്ണമംഗലം വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ലടാ. അതാണ് വേണ്ടത്. അച്ഛൻ നോക്കിക്കോ, ഈ വിവാഹം നടക്കില്ല. പിന്നെ നടക്കില്ല എന്ന് പറയും. അവസാനം നടന്നു കഴിയുമ്പോഴേ നാട്ടുകാരൊക്കെ കൂടെ നമ്മുടെ നെഞ്ചത്തോട്ട് വരും. നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരൂടാ. അങ്ങനെയൊന്നും അച്ഛൻ വിചാരിക്കണ്ട. ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്ന ആരെന്നറിയുമോ? ആര്യനെ, ആകാശിനെ, അവിടെ ഉള്ളവന്മാരുണ്ടല്ലോ, അവനൊക്കെയാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടത്, അല്ലാതെ ഞങ്ങളല്ല. അച്ഛൻ നോക്കിക്കോ, അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അവളുടെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ അച്ഛന് വാക്കുകൊടുക്കണം. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ നമ്മുടെ അനുമോളെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലെ ആൽത്തറ ജംഗ്ഷനിൽ വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ചെക്കൻ നിപ്പുണ്ടല്ലോ, ജീവൻ, അനുമോളുടെ, അവിടെ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയാനാണ് അവർ വരുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അനുമോളുടെ നെഞ്ചിപ്പാട്ട ഇടിക്കുകയാണ് കേട്ടോ. മീനാക്ഷി പറഞ്ഞുണ്ട്, എന്തുണ്ടെങ്കിലും നീ തുറന്നു പറഞ്ഞോ മോളെ, മനസ്സിൽ വെച്ച് എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു വിവാഹം നമുക്ക് വേണ്ട. നീ ധൈര്യമായിട്ട് പറഞ്ഞു. ചേച്ചി, ഞാനിതെല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വിവാഹം വേണ്ടാന്ന് പറയുവാണെങ്കിൽ അച്ഛനും ഏട്ടന്മാരും അമ്മയും കൂടെ എന്നെ വെറുതെ വിടുമോ? വെറുതെ ഇരിക്കുമോ അവർ? അതൊന്നും നീ ആലോചിച്ച് പേടിക്കണ്ട. നിനക്കെന്താ മനസ്സിലുള്ളത് പറയാനുള്ളത് അത് പറഞ്ഞ് നിൻ്റെ മനസ്സ് ക്ലിയർ ആക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളേറ്റു എന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. ജീവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അനുമോൾക്ക് ഭയങ്കര ടെൻഷൻ. എങ്ങനെ തുടങ്ങും? പക്ഷേ ജീവൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെ എന്നോട് പറഞ്ഞു തുടങ്ങും? ഇതാണല്ലേ നിൻ്റെ പ്രശ്നം? അതെ. എന്നാൽ അതിനോട് വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എന്നെ ആദ്യം നിൻ്റെ സ്വന്തം ഒരു ഫ്രണ്ടായിട്ട് കാണുക. നമ്മൾ ഫ്രണ്ടിനോട് എന്ത് കാര്യം തുറന്നു പറയുമല്ലോ. അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് പെട്ടെന്ന് കണ്ടോ. അങ്ങനെ ഫ്രണ്ടായിട്ട് കണ്ടു കഴിയുമ്പോൾ കൂളായിട്ട് നിനക്ക് എന്നോട് പറയാനുള്ളതെല്ലാം തുറന്നു പറയാൻ പറ്റും. അപ്പോൾ തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസം നമ്മുടെ അനുമോൾക്ക് കിട്ടുവാണ് കേട്ടോ. അപ്പോൾ തുറന്നു പറയാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ നിൽക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്